ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടൊന്നുമല്ല, പക്ഷേ കട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ്. കണ്ടല്ലോ, ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാട്ടോ, നമ്മുടെ സിസർ. നമ്മൾ കത്രിക പലരും നമ്മൾ കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് കത്രികയാണ് ഉപയോഗിക്കാറുള്ളത്, ഏത് കത്രികയാണ് നല്ലത്, വാങ്ങുന്ന സമയത്ത് ഏതാണ് നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ജൂപ്പിറ്റർ 10 എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ സിസറാണ്. ഇത് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കത്രിക ഇതാണ്. പക്ഷെ അടിപൊളി കത്രികയാണ്. നിങ്ങൾ കത്രിക പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന, ഈസി ആയിട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു കത്രികയാണ് കേട്ടോ. പിന്നെ നല്ല ഷാർപ്പാണ്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് എന്താ മെറ്റീരിയൽ എനിക്കല്ല, പക്ഷേ നല്ല സ്മൂത്താണ്, നമുക്ക് നല്ല കംഫർട്ടായിരിക്കും ഇത് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആമസോണിൻ്റെ ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ ലോക്കലായിട്ടുള്ള നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ സിസറൊന്നും വാങ്ങരുത്. എപ്പോഴും നിങ്ങൾ നമ്മൾ ടൈലറിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള നല്ല കമ്പനിയുടെ നല്ല ബ്രാൻഡിൻ്റെ സിസർ തന്നെ യൂസ് ചെയ്യുക. കാരണം അതാകുമ്പോൾ ഒരുപാട് കാലം ഈട് നിൽക്കും, നല്ല മൂർച്ച ഉണ്ടാവും, പെട്ടെന്നൊന്നും അതിൻ്റെ മൂർച്ച പോകുകയൊന്നും ചെയ്യില്ല. പിന്നെ നിങ്ങളിത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും താഴെ വിടാനോ ഒന്നും പറ്റില്ല. നല്ല കെയർ ചെയ്യണം. നമ്മളെല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഒന്ന് കെയർ ചെയ്തിട്ട് കൊണ്ടെടുക്കാം കേട്ടോ. കാരണം ഇത് താഴെ വീണ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആ ഷാർപ്പ്നെസ് പോകും, പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ രണ്ടാമത് ഞാൻ ഈ ഒരു പേപ്പർ കട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സിസർ വെച്ചിട്ട് നമ്മൾ ഈ ടൈലറിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സിസർ വെച്ചിട്ട് പേപ്പർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മൂർച്ച പോകും. അപ്പോൾ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ DIYസും ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പേപ്പർ കട്ടർ എന്ന് പറയുന്നത്. നമുക്ക് പല അളവിലും പല ഷേപ്പിലൊക്കെ പേപ്പർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു സ്കെയിലും കൂടി നമുക്ക് അറ്റാച്ച് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കാം. എന്നിട്ട് നമുക്ക് എത്ര അളവിലാണ്, ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇഞ്ചസിലുള്ള അളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് അളവിലാണ് പേപ്പർ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, പേപ്പർ കട്ട് ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് പേപ്പർ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം, എങ്ങനെയാണ് പേപ്പർ കട്ട് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് പേപ്പർ കട്ട് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ ബാക്കിലോട്ടേക്ക് മടക്കി വെക്കുകയും ചെയ്യാം. എളുപ്പത്തിൽ നമുക്ക് എവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പർ കട്ടറാണിത്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഇതുപോലെയാണ് വരിക. ഇതിൽ നിങ്ങൾ കാണാം ഇതിൻ്റെ ബ്ലേഡ് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ്. പിന്നെ ഇവിടെയും ഒരു സ്കെയിൽ വരുന്നുണ്ട്, അതിലും ഇഞ്ചസും സെൻറ്റിമീറ്റർ അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അളവ്. അപ്പോൾ നമുക്ക് പേപ്പർ വേറെ സ്കെയിലൊക്കെ വെച്ച് വരച്ച് അതിനൊന്നും ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പേപ്പർ എങ്ങനെ വെക്കുക എന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ താഴെ വശത്ത് കൂടെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് കറക്റ്റ് നമുക്ക് എത്ര സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കുക. എന്നിട്ട് ആ ഒരു അളവിലേക്ക് കറക്റ്റ് പേപ്പർ ഇതുവരെ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കത് ഈ ഒരു ബ്ലേഡ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, ഇതുപോലെ ഒന്ന് വലിച്ചു വിട്ടാൽ മതി. പേപ്പർ ഈസിയായിട്ട് നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി സീവിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന കത്രിക ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലുള്ള പേപ്പർ ഒന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇതുപോലുള്ള പേപ്പർ കട്ടേഴ്സൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസറും ഒരുപാട് കാലം ഈട് നിൽക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, നല്ല ഷാർപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം. കാരണം ഇതിൻ്റെ ബ്ലേഡ് താഴ്വശത്ത് വരുന്നതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലൊന്നും പെട്ടെന്ന് തട്ടേ മുറിവാകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. രണ്ടും ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീഷോയിലും എല്ലായിടത്തും ഞാൻ നോക്കി വില കുറഞ്ഞത് എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത് നോക്കി. പക്ഷേ ആമസോണിലും എല്ലായിടത്തും ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ് കാണുന്നത്. പിന്നെ അതിൽ നല്ലത് നോക്കിയിട്ട് നല്ല റേറ്റിങ്ങുള്ളത് നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.